സാർ, വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിലിഗുരി. ഇതിൻ്റെ അടുത്തുള്ള ബംഗ്ലാദേശിൻ്റെ ഒരു ജില്ലയിൽ അവിടെ ഒരു എയർബേസ് ഉണ്ട്. ആ എയർബേസിനെ ചൈനയുടെ സഹായത്തോടെ വലിയൊരു വിമാനത്താവളമാക്കി മാറ്റാൻ പോകുന്നു. ശരിയാണോ ഈ സംഭവം? ഇങ്ങനൊരു വാർത്ത ആസാം ട്രിബ്യൂണിൽ വന്നിട്ടുണ്ട്. അതായത് ഈ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ ചിക്കൻ നെക്ക് എന്ന് പറയും. ഈ സിലിഗുരി ഇടനാഴി വഴിയാണ് നമുക്ക് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 എണ്ണം ഉണ്ട്. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് ഈ സിലിഗുരി കോറിഡോർ വഴിയാണ്. അതാണ് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത്. നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ആ സിലിഗുരി കോറിഡോറിനെ സംബന്ധിച്ച് ചൈനയിൽ പോയി വന്ന ശേഷം യൂനുസ്, നമ്മുടെ ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ്, അയാൾ ഒരുപാട് വർത്തമാനം പറയുന്നുണ്ട്. അതുപോലെ ചില ഈ തീവ്രവാദി ഭീകര പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുമൊക്കെ സിലിഗുരി കോറിഡോർ ഞങ്ങൾ ചൈനയെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ജയിലിൽ നിന്ന് വിട്ട റഹ്മാനി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് പിടിപ്പിക്കും. ഇങ്ങനെയാണ് സിലിഗുരി കോറിഡോർ തന്ത്രപ്രധാനമായതുകൊണ്ട്. ചൈനയിൽ പോയി വന്ന ശേഷം യൂനിസ് പറഞ്ഞത് എന്താണ്? ഇത് ഞങ്ങളുടെ ഗേറ്റ് വേ ഇല്ലേ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കാവൽക്കാർ ഞങ്ങളാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് ആണ് അല്ലേ, കര മാത്രമേ ഉള്ളൂ. ഈ കടൽ മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റും ഒക്കെ ചേർത്തിട്ട് ഇപ്പോൾ വേറെ രാജ്യം ഉണ്ടാക്കുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഈ സിലിഗുരി കോറിഡോറിൻ്റെ അടുത്തുള്ള ബംഗ്ലാദേശിൻ്റെ ജില്ലയാണ് ഇപ്പോൾ രംഗ്പൂർ എന്ന് പറയുന്നത്. രംഗ്പൂരിൽ ലാൽ മണിർ ഹാട്ട് എന്ന് പറഞ്ഞൊരു വ്യോമത്താവളമുണ്ട്, എയർഫോഴ്സിൻ്റെ. ആ വ്യോമത്താവളം ചൈന വികസിപ്പിച്ച് കൊടുക്കാൻ പോകുന്നു ഒരു സിവിലിയൻ വിമാനത്താവളമായിട്ട്. സാധാരണ യാത്രക്കാരും വിമാനങ്ങളും ഒക്കെയുള്ള ഒരു വലിയ എയർപോർട്ടാക്കി മാറ്റാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ഭീഷണിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് എന്ന് ആസാം ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലിഗുരി ഇടനാഴിയിൽ നിന്ന് രംഗ്പൂരിലേക്ക് 20 കിലോമീറ്ററേ ഉള്ളൂ, വളരെ അടുത്താണ് ഈ ബംഗ്ലാദേശിലെ രംഗ്പൂർ. 1931 ഈ ലാൽ മണിർ ഹാട്ട് ബ്രിട്ടീഷുകാർ ഒരു പട്ടാള താവളമായിട്ട് ഉണ്ടാക്കിയത്. രണ്ടാം ലോകയുദ്ധകാലത്ത് ആ വ്യോമതാവളം കുറച്ച് വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കിഴക്കൻ മേഖലയിലെ ഒരു പട്ടാള താവളമായിട്ട് വികസിപ്പിച്ചു. 2019 ഇതിലെ ഒരു പ്ലോട്ട് ബംഗ്ലാദേശ് എയ്റോസ്പേസ് ആൻഡ് ഏവിയേഷൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് വിട്ടുകൊടുത്തു. അവിടുത്തെ ഈ വ്യോമത്താവളത്തിലെ കുറച്ച് സ്ഥലം എയ്റോസ്പേസ് ക്യാമ്പസിന് വിട്ടുകൊടുത്തു. ഈയിടെയാണ് ഈ വിമാനത്താവള പ്ലാൻ ഉണ്ടാക്കി എടുത്തത് ബംഗ്ലാദേശ്. കഴിഞ്ഞ മാസം ചൈനയിൽ യൂനിസ് പോയിരുന്നു. അപ്പോൾ നടന്ന ചർച്ചകളാണെന്ന് തോന്നുന്നു. ഗാർഡിയൻ ഓഫ് ദ ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങളാണ് കടലിൻ്റെ കാവൽക്കാർ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പറ്റിയും അയാൾ സംസാരിച്ചിരുന്നു. അത് ലാൻഡ് ലോക്ക്ഡാണ്, ഞങ്ങളുടേതാണെന്നൊക്കെയുള്ള മട്ടിൽ. ഈ വരുന്ന ഒക്ടോബറിൽ ഈ വിമാനത്താവളത്തിൻ്റെ പണി തുടങ്ങും എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ചൈന ഒരു പാകിസ്ഥാൻ കമ്പനിയാണ് അതിൻ്റെ സബ് കോൺട്രാക്ട് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഒരു പാകിസ്ഥാൻ കമ്പനി വന്നിട്ടാണ് ചൈനയ്ക്ക് വേണ്ടി വിമാനത്താവളം പണിയാൻ പോകുന്നത് നമ്മുടെ ഈ സിലിഗുരി കോറിഡോറിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ ഒരു ഭയം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ യാത്രാ വിമാനങ്ങളല്ലാതെ പട്ടാള വിമാനങ്ങളും ഇല്ലേ, അതെ, സ്വാഭാവികമല്ലേ, സൈനിക വിമാനങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അതങ്ങനെ യുദ്ധകാലത്തുമൊക്കെ അതങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്ക് ഇപ്പോൾ ഇന്ത്യൻ സൈനിക സാന്നിധ്യം ഉണ്ട്. കിഴക്ക് ഭാഗത്തും വടക്ക് കിഴക്കും. സിലിഗുരിയിലും ഇന്ത്യൻ സേന ജാഗ്രതയോടുകൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ത്രിശക്തി കോർ
32nd കോർ, ത്രിശക്തി കോർ എന്നറിയപ്പെടുന്നത്. സിലിഗുരിക്കടുത്താണ് അതിൻ്റെ ആസ്ഥാനം. നമ്മുടെ ത്രിശക്തി കോറിൻ്റെ ആസ്ഥാനം സിലിഗുരിക്കടുത്താണ്. അപ്പോൾ ബംഗാളിലെ ആലിപ്പൂർ ദ്വാർ ഹസിമാറ വ്യോമത്താവളം, അതായത് ബംഗാളിലെ ആലിപ്പൂർ ദ്വാറിലെ ഹസിമാര വ്യോമത്താവളത്തിൽ ഇപ്പോൾ റഫേൽ വിമാനങ്ങളുടെ 2ാം സ്ക്വാഡ്രൺ അവിടെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ലാൽമണീർ ഹാട്ട് ഇന്ത്യൻ പീരങ്കിയുടെ റേഞ്ചിലുള്ള സ്ഥലമാണ്. നമുക്ക് ഈ ലാൽമണീർ ഹാർട്ട് ഉണ്ടല്ലോ, ഇവരുടെ ഈ വിമാനത്താവളം വരാൻ പോകുന്ന സ്ഥലം, അത് നമ്മുടെ പീരങ്കിയുടെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. പക്ഷേ അവർക്ക് ആ വിമാനത്താവളം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇന്ത്യൻ സേനാ നീക്കം ബംഗ്ലാദേശിനും ചൈനയ്ക്കും നിരീക്ഷിക്കാം. അങ്ങനെ ഒരു അപകടമാണ് ഇതിൻ്റെ അകത്തുള്ളത്. സാർ, ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ നെക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാം, പാകിസ്ഥാന് വേണ്ടി ഞങ്ങൾ സഹായം ചെയ്യും, ഇതൊക്കെ ബംഗ്ലാദേശ് നിലപാട് സ്വീകരിച്ചല്ലോ. ഒപ്പം ഇതിനകത്ത് ചൈന ഒരു സൈലൻറ്റ് പാർട്ണറായിട്ട് നിൽക്കുകയും ചൈനയാണ് ഈ യുദ്ധത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ കൃത്യമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് പോകുന്നു എന്നല്ലേ? അതൊക്കെ ഉണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഈ ISI സ്റ്റേറ്റ് ഇൻ്റലിജൻസ് അതിൻ്റെ ഓഫീസർമാർ 2 മാസം മുമ്പ് ഈ രംഗ്പൂർ സന്ദർശിച്ചിരുന്നു. അതായത് ഈ വിമാനത്താവളം പറയുന്ന സ്ഥലം. അത് ആ സമയത്ത് ഈ സിലിഗുരി കോറിഡോറിനെ ഞങ്ങൾ ചൈനയെ കൊണ്ട് ആക്രമിപ്പിക്കും എന്ന് ഈ റഹ്മാനി പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സിലിഗുരി കോറിഡോറുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ISI ഓഫീസർമാർ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ഈ ISI ഓഫീസർമാർ വന്നിട്ട് മറ്റേ ട്രെയിനിങ് ബംഗ്ലാദേശ് പട്ടാളത്തിന് പരിശീലനം കൊടുത്തിരുന്നു. ആ പരിശീലനം കൊടുക്കുന്നതിന് മുമ്പാണ് ഈ ISIയുടെ ഓഫീസർമാർ ധാക്കയിൽ വന്നിറങ്ങിയിട്ട് ഈ രംഗ്പൂർ സന്ദർശിക്കാനൊക്കെ പോയത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശം ഉണ്ടല്ലോ, അതിൻ്റെ 20 കിലോമീറ്ററല്ലേ ഉള്ളൂ. അപ്പം നമ്മളന്ന് ചർച്ച ചെയ്തിരുന്നാണ് നമ്മുടെ ഈ സിലിഗുരി കോറിഡോറിൻ്റെ ഭാഗമൊക്കെ ഈ ISI ഓഫീസർമാർ വന്ന് നിരീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പക്ഷെ പുതിയൊരു റോഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് വടക്ക് കിഴക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു 6 വരി പാത. അത് ഇന്ന് രാവിലെയാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ കണ്ടത്. നമുക്ക് പിന്നെ സംസാരിക്കാവുന്നതാണ്. അതിൽ ബംഗ്ലാദേശിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ മ്യാൻമാർ വഴി നമുക്കൊരു പാത വടക്ക് കിഴക്കോട്ട് വരുന്നുണ്ടല്ലോ. അതെ, അപ്പോൾ അത് ഉപയോഗപ്പെടുത്താം അല്ലേ? ആ 6 വരി പാത മറ്റേതുമായിട്ടൊക്കെ ബന്ധപ്പെടും. അപ്പോൾ ബംഗ്ലാദേശിനെ നമ്മൾ സ്നബ് ചെയ്തിട്ടുണ്ട്. കാരണം അയാൾക്ക് ഈ യൂനുസിനെ ഇന്ത്യ സന്ദർശിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ക്ഷണമൊന്നും കൊടുത്തില്ലല്ലോ, അവഗണിക്കുക ചെയ്തത്. പിന്നെ ബാങ്കോക്കിൽ ഒരു ഉച്ചകോടി നടന്നപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടു ഉണ്ടായിരുന്നു, പക്ഷെ വലിയ ചർച്ചയൊന്നും നടന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ അയാൾ ചൈനയിലേക്ക് പോയി. ചൈനയിലേക്ക് ഈ മുമ്പ് ബംഗ്ലാദേശിൽ നിന്നാണ് ഇവിടെയാണ് ഈ ആശുപത്രികളിൽ ചികിത്സയ്ക്കൊക്കെ ബംഗ്ലാദേശികൾ വന്നിരുന്നത്. അവിടെ നല്ല ആശുപത്രികളൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഈ ബംഗ്ലാദേശ് പൗരന്മാർക്ക് വേണ്ടി ആശുപത്രി സൗകര്യങ്ങൾ കുറേ ചൈനയിൽ വികസിപ്പിക്കാമെന്നൊക്കെ അവിടെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ കുറേ സഹായങ്ങൾ, അങ്ങനെ ആശുപത്രികൾ മറ്റേ ബംഗ്ലാദേശിന് പണിത് കൊടുക്കാം എന്നൊക്കെ ചൈന പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ നമ്മൾ മംഗള തുറമുഖം ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അനുവദിച്ചിരുന്നു. അത് പോയിട്ടുണ്ട്. അതും ചൈനയുടെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ചൈനയുടെ സ്വാധീനം നമ്മുടെ അയലത്ത് കൂടി വരുന്നു. അതിൻ്റെ വേറൊരു ഉദാഹരണം കൂടിയാണ് ഈ വിമാനത്താവളം പണിയുന്നു എന്നുള്ളത്. ഈ സമയത്ത് ഇപ്പം ഇന്നലെ നമ്മുടെ ദേശീയ ചാനലിലെ ഒരു ചർച്ചയിൽ ധാരാളം ഈ ബലൂചിസ്ഥാൻകാർ പങ്കെടുത്തിരുന്നു. റിപ്പബ്ലിക്കിലെ ഒരു ചർച്ചയിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട 2-3 പേര് POKയിൽ പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘത്തിൽപ്പെട്ട ആൾ വന്നിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നത് പോലെ ഇനി പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ബലൂചിസ്ഥാൻ എന്ന് പറയാം എന്ന്
ഈ റിപ്പബ്ലിക്കിൻ്റെ അർണബ് ഗോസ്വാമിയും അവരോട് പറയുന്നുണ്ടായിരുന്നു. ആ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് POB എന്ന് പറയുന്ന പോലെ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ അത്യാവശ്യം. അപ്പോൾ ഇന്ത്യ കൂടുതൽ സഹായിക്കണം എന്നൊക്കെ അവർ ചർച്ചയിൽ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ വേണ്ടത്ര സഹായം കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ബലൂചിസ്ഥാൻ പോരാളികൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ സംശയിക്കുന്ന അത്ര സഹായം ബലൂചിസ്ഥാന് കിട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. അവർ പറയുന്നതിൽ നിന്ന് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വിഘടനം പാകിസ്ഥാൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ പാകിസ്ഥാൻ ചൊറിയുന്നുണ്ട്. ബംഗ്ലാദേശിനെ ഉപയോഗിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ്റെ കപ്പലുകൾ 1971 ശേഷം കച്ചവട കപ്പലുകൾ വരികയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ആയുധങ്ങളായിരുന്നു എന്ന് ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൈന എന്താ പറയുക, ഇന്ത്യക്കെതിരെ ഒരു നിഴൽ യുദ്ധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിഴൽ യുദ്ധം കൊണ്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ ആയുധങ്ങൾ ഊച്ചാളിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോഴും നമ്മളുടെ വളർച്ചാ നിരക്കാണ് ലോകത്തിൽ കൂടി നിൽക്കുന്നത്. 6.6 നിന്ന് 6.3 ഇപ്പോൾ കുറച്ചിട്ടുണ്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ. പക്ഷേ ചൈനയുടേത് 3 ആയിട്ട് നിൽക്കുമല്ലോ. അങ്ങനെയാണ്. മുമ്പ് 14, 13 ഒക്കെ ഉണ്ടായിരുന്നതാണ്. ചൈന പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധി കലശലായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇനി ആയുധ വിപണിയിലും സ്ഥാനം നഷ്ടപ്പെടുന്നുള്ളൊരവസ്ഥ വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.